1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ 18 മുതൽ പുതിയ ഒരു സബ്ജക്റ്റ്, പുതിയ ഒരു അപ്രോച്ചാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഈ 16-17 വാക്യങ്ങൾ കഴിയുമ്പോൾ 18 മുതൽ പുതിയൊരു അപ്രോച്ചാണ് അപ്പോസ്തലൻ എടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നതായി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 മുതൽ 16 വരെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 18 മുതൽ പുതിയൊരു സബ്ജക്റ്റ്, അതുവരേക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറഞ്ഞുകൊണ്ടിരുന്നത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പോസ്തലൻ 18 മുതൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ആ സബ്ജക്റ്റ്? ദൈവക്രോധം, ദൈവകോപം എന്നൊരു പുതിയ സബ്ജക്റ്റ്, നെഗറ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റ് അപ്പോസ്തലൻ അവിടെ തുടങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവക്രോധത്തെ കുറിച്ച് പറഞ്ഞ ശേഷം മറ്റ് അനേകം കാര്യങ്ങൾ താഴോട്ട് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ റോമൻസ് 1 പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ക്രോധം വന്ന് പതിക്കുന്ന മനുഷ്യരെ ചില നിഷ്ഫല പ്രവർത്തികൾ ചെയ്യുവാനായി ദൈവം അനുവദിക്കുന്നു എന്നാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അനേകം മനുഷ്യരിൽ അവര് ഈ ദുഷ്ടന്മാർ, അതായത് കർത്താവിന്റെ ദാസന്മാരല്ലാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത, വീണ്ടും ജനിക്കാത്ത, അല്ലെങ്കിൽ യേശുവിനെ മാനിക്കാത്ത, ജീവനുള്ള ദൈവത്തെ മാനിക്കാത്ത അനേകരായ ആളുകൾ ഈ ലോകത്ത് വളരെ സാമ്പത്തികമായും വളരെ അധികം മുന്നേറുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ, നിന്നെ വിളിച്ച് ജീവിച്ചിട്ടും നമ്മൾക്ക് ദാരിദ്ര്യം, അല്ലെങ്കിൽ നമുക്കിപ്പോഴും രോഗം, നമുക്കപ്പോഴും പല പല പ്രതിസന്ധികൾ, എന്തുകൊണ്ടാണ് ദൈവമേ നിന്നെ അറിയാത്ത ജനം പോലും നമ്മളെക്കാളും ഭൗമികമായ രീതിയിൽ നന്നായി ജീവിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം, അല്ലെ? വേദപുസ്തകത്തിൽ ഇല്ലാത്തൊരു വാക്യം നമ്മൾ സ്ഥിരം പറയും, ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഇല്ല. എങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ അറിയാത്തവർ പോലും എങ്ങനെയാണ് ഇത്രയധികം അവർക്ക്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെ അറിഞ്ഞിട്ടും നമുക്ക് സങ്കടം, അവർക്ക് സന്തോഷം. എന്നാൽ ഇവിടെ നിന്ന്, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ്? അവരെ ദൈവം അങ്ങനെ ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടും, അല്ലെ, 21 മുതൽ വായിക്കാം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് ബഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്ത തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃതരായി തീർന്ന് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ആര്? ദൈവത്തെ അറിഞ്ഞിട്ടും, അല്ലെ, അവർക്ക് ഈ പ്രകൃതി ദൈവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടും, അവരിൽ നിന്നും മനസാക്ഷി സാക്ഷ്യം വഹിച്ചിട്ടും അവർ ദൈവത്തെ മാനിക്കാതെ, അങ്ങനെയുള്ള ആളുകളെ ദൈവം അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കിയത്. അവരെ അവരുടെ വഴിക്ക് വിടും. അപ്പൊ നമ്മള് വിശ്വാസികളായ ജനം നോക്കുമ്പോൾ അവരുടെ വഴിയിൽ ഇങ്ങനെ ദുഷ്ടത ചെയ്ത്, വിഗ്രഹങ്ങളെ ആരാധിച്ച്, പണത്തെ ആരാധിച്ച്, ഫിലോസഫികളെ ആരാധിച്ച്, മറ്റു വ്യക്തികളെ ആരാധിച്ച്, സ്വയം ആരാധിച്ച് അങ്ങനെ മുന്നേറുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതെന്താ ദൈവം ഒന്നും ചെയ്യാത്തത്? എന്നാൽ അവരുടെ മുകളിൽ ദൈവക്രോധം പതിക്കുന്നതിന്റെ എവിഡൻസ് ആണ് അവരെ ദൈവം അവരുടെ വഴിക്ക് വിടുന്നത്. അവരുടെ പാപത്തിന്റെ പരിണിത ഫലം അവർക്ക് ഉണ്ടാകുവാനായി ദൈവം അവരെ അവരുടെ വഴിക്ക് വിടുന്നതായിട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ വഴിക്ക് വിടുന്നത്? അവർ വിഗ്രഹ ആരാധിക്കുന്നവരായി തീരുന്നു. എങ്ങനെ? അവര് രൂപങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നു, അല്ലാതെയും പല തരത്തിലും വിഗ്രഹ ആരാധനകളായി മാറുന്നതായി നമ്മൾ കണ്ടു, അല്ലെ? അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂടുതലും ഈ വിഗ്രഹാരാധന എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലെ? ഞാൻ നിങ്ങൾക്ക് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ
ദൈവത്തിന്റെ ക്രോധം വന്ന് പതിക്കുന്നതിന്റെ ഒരു എവിഡൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായി, പണത്തെ ആരാധിക്കുവാനായി, അവനെ തന്നെ സ്വയം ആരാധിക്കുവാനായി, സൃഷ്ടിയെ ആരാധിക്കുവാനായി, ഫിലോസഫികളെ ആരാധിക്കുവാനായി, സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഈ കാണുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള വേൾഡിനെ ആരാധിക്കുവാനായിട്ടൊക്കെ ദൈവം അവനെ അങ്ങ് വിട്ടുകൊടുക്കുന്നത്, ദൈവക്രോധം വന്ന് വീഴുന്നതിന്റെ ഒരു എവിഡൻസ് ആണത്, ഒരു തെളിവാണത്. മനുഷ്യൻ കൂടുതലായി വിഗ്രഹ ആരാധനകളായി തീരുന്നത് ദൈവക്രോധം വന്ന് പതിക്കുന്നതിന്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മുടെ മുന്നിൽ അതിനെ വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് അത് 21 മുതൽ 25 വാക്യം വരെയും അതിനെക്കുറിച്ചിട്ടാണ് അപ്പോസ്തലൻ ഇവിടെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഇനി 26, 27 ഞാൻ അങ്ങ് അവസാനം വരെയും പോയി, എന്നിട്ട് വീണ്ടും ആ 26 വാക്യത്തിലേക്ക് ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുകയാണ്. 1-ാമത്തെ അധ്യായം 26 വാക്യം, 26, 27 ശ്രദ്ധിച്ചോണേ. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ആ വണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അപ്പം ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ക്രോധം മനുഷ്യരിൽ പതിക്കുന്നതിന്റെ, അത് ഇനി വരാൻ പോകുന്ന കേൾക്കുന്നില്ല. കേൾക്കാമോ? അപ്പം ദൈവത്തിന്റെ കോപം ഇനി വരാൻ പോകുന്നതല്ല, ഇപ്പോഴേ മനുഷ്യരിൽ പതിക്കുന്നു, വീണുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ കോപം, ഇല്ലേ? അതിന്റെ എവിഡൻസ് ഒന്നെന്താണ്? മനുഷ്യർ കൂടുതലായി വിഗ്രഹാരാധനയിലേക്ക് അവര് ദൈവത്തെ അല്ലാതെ മറ്റു പലതിനെയും ആരാധിക്കുന്നത്, അതിന് വിട്ടുകൊടുത്തു. രണ്ടാമത്തെ എവിഡൻസ് എന്താണെന്ന് അറിയാമോ? മറ്റൊരു എവിഡൻസ് ആണ് ഈ 21, മറ്റ് 2 എവിഡൻസുകളാണ് 21, 26, 27 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 26, 27 വാക്യങ്ങളിൽ. ഓക്കെ, ഇതുവരെയ്ക്കും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരി. 26 വാക്യങ്ങളിൽ അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അങ്ങനെയാണ് 26 വാക്യം തുടങ്ങുന്നത്, ഇല്ലേ? ദൈവക്രോധം യഥാർത്ഥമാണ്, ദൈവക്രോധം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇപ്പോഴും അഭക്തിയും അനീതിയെയും വിധിക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ സത്യത്തെ അടിച്ചമർത്തുന്നത് തുടർന്നുകൊണ്ടിരിക്കും തോറും ദൈവത്തിന്റെ കോപം മനുഷ്യനിൽ വീണുകൊണ്ടിരിക്കും, അത് വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കും, ഇല്ല? അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇവിടെ നമ്മള് ഈ 26 വാക്യത്തിൽ ഒരു വിഷയം കാണുന്നുണ്ട്. എന്തുവാണെന്നറിയാമോ അവിടെ പറയുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 2 വിഷയങ്ങളെ കുറിച്ചാണ്. ഒന്ന്, സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. 2, പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൻ. അല്ല, ഇവിടെ ബേസിക്കലി പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണ്. ഹോമോസെക്ഷുവാലിറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് മെൻഷൻ ചെയ്തായിരുന്നു. ഹോമോസെക്ഷുവാലിറ്റിയെ ഒരു ഈ ദൈവത്തെ നിരസിച്ചുള്ള ജീവിതത്തിന്റെ ഏറ്റവും മോശമായ, ഏറ്റവും തീവ്രമായ, ദൈവത്തെ നിരസിക്കുന്നതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അതെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു നോക്കുക. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകം പോയ പോക്കെ, ഇന്ന് ലോകം പുരോഗമിച്ചു പോയി, അല്ലെ? ഇന്ന് ആണും കല്യാണം കഴിക്കുന്നു, പെണ്ണും കല്യാണം കഴിക്കുന്നു എന്നൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെയും, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ലോകം ഇന്ന് പുരോഗമിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുരോഗമനം ഉണ്ടായത് കൊണ്ടാണ്, പുരോഗമനത്തിന്റെ ലക്ഷണമാണ് ഇതെന്നൊക്കെ നമ്മൾ ഇന്ന് പറയാറുണ്ട്, ഇല്ലേ? ലോകം ഇത്രത്തോളം മുന്നോട്ട് പോയി, നോക്ക്, ഇന്ന് വരയ്ക്കും സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും, ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ലെസ്ബിയൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ. എന്നാൽ ഇതൊരു പുതിയ കാര്യമല്ല എന്നുള്ളതാണ് ബൈബിൾ നമ്മളെടുത്ത് പറയുന്നത്. ഓക്കെ, ഇന്ന് ലോകം ഉടനീളമുള്ള ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു നിസ്സംഗതയിലാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു പുതിയ വിഷയമല്ല. ഈ സ്വവർഗരതി,
അല്ലെങ്കിൽ സ്വവർഗ അനുരാഗികൾ എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ വിഷയമല്ല. ഇത് പണ്ട് മുതലേ ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. കാരണം ദൈവത്തെ എതിർക്കുന്ന മനുഷ്യന്റെ മുകളിൽ ദൈവത്തിന്റെ കോപം വന്നു വീഴുന്നതിന്റെ ഒരു എവിഡൻസ് ആണ് ദൈവം ഇത്തരത്തിലുള്ള മ്ലേച്ഛത ഈ മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ആ സ്വഭാവം അങ്ങ് അറ്റം വരെയും പോകാൻ ദൈവം അനുവദിക്കുന്നു എന്നുള്ളത്. കാര്യം അങ്ങനെ ചെയ്യുന്തോറും അവന്റെ മുകളിൽ ദൈവത്തിന്റെ ക്രോധം കൂടി വരും. ദൈവം വിട്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ പ്രശ്നമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഇല്ലേ? അബ്രഹാമിന്റെ അനന്തരവൻ ഇല്ലെ ലോത്ത് ഈ വിഷയത്തെ അഭിമുഖീകരിച്ചിരുന്നതായി നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കും. മോശ ഇതിനെതിരെ കൽപ്പിച്ചിരുന്നതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. ന്യായാധിപന്മാർ ഇതിനെ കൈകാര്യം ചെയ്തതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെതിരെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇല്ലേ? അപ്പൊ ഇത് ഉടനീളം മനുഷ്യരാശിയുടെ മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് സ്വവർഗരതി എന്ന് പറയുന്നത് ദൈവ കോപം മനുഷ്യനിൽ വന്നു വീഴുന്നതിന്റെ ഒരു എവിഡൻസ് ആണ്. വിഗ്രഹാരാധനയിൽ മനുഷ്യൻ വർദ്ധിച്ചു വരുന്നത് പോലെ ഉള്ള മറ്റൊരു എവിഡൻസ്, ഇറ്റ് ഇസ് എൻ എവിഡൻസ് ഓഫ് ദൈവത്തിന്റെ ക്രോധം മനുഷ്യനിൽ വീഴുന്നതിന്റെ ഒരു എവിഡൻസ് ആണ് ഈ വിഗ്രഹാരാധനയിൽ മനുഷ്യൻ വർദ്ധിച്ചു വരുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു എവിഡൻസ് ആണ് സ്വവർഗ അനുരാഗികൾ അല്ലെങ്കിൽ സ്വവർഗരതി. അതില് മനുഷ്യൻ വളർന്ന് അതിനെ കൂടുതലായി മനുഷ്യർ അത് കൂടുതലായി പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ബൈബിൾ ഇന്ന് നമുക്ക് പറഞ്ഞു നൽകുന്നത്. സ്വവർഗരതി ഒരു പാപമാണ്. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. പോപ്പൊക്കെ എന്ന് പറയുന്നത് പ്രശ്നമല്ല എന്നാണ്. പക്ഷെ ബൈബിള് പറയുന്നത് അങ്ങനല്ല. ബൈബിള് പറയുന്നത് അതൊരു പാപമാണ്. അതിൽ വിശ്വസിക്കുന്നവർ, സ്വവർഗ അനുരാഗികളിൽ വിശ്വസിക്കുകയും പ്രാക്ടീസിങ് സ്വവർഗ അനുരാഗികളും ഒരിക്കലും യേശുവിൽ വിശ്വസിക്കുന്നവരല്ല. അവർക്ക് നിത്യജീവൻ അവകാശമാക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. 1 കൊറിന്ത്യർ 6-ാമത്തെ അധ്യായം 9 മുതൽ 10 വാക്യങ്ങൾ. 1 കൊറിന്ത്യർ 6, 9, 10 വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവർ, ശ്രദ്ധിക്കണേ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തോ? ഓക്കെ. 1 കൊറിന്ത്യർ 6, 9, 10 വാക്യങ്ങൾ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠന്മാർ, പിടിച്ചുകറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. വളരെ വ്യക്തമായി വേദപുസ്തകം പറയുന്നതാണ് ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള ആളുകൾ, സ്വവർഗരതിക്കാർ അല്ലെങ്കിൽ സ്വവർഗ പ്രേമികൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. നമ്മൾ എത്ര ലിബറൽ ആയിട്ട് ചിന്തിച്ചാലും കാര്യമില്ല. ഇറ്റ് ഇസ് എ സിൻ ഇൻ ദി ഐസ് ഓഫ് ഗോഡ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ്. ഒരിക്കലും അവർ അത് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നവർ ഒരു കാലത്തും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 18-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 18:20. സ്ത്രീയോടെന്ന പോലെ പുരുഷനോട് കൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. നോക്കൂ, ഇവിടെ സ്ത്രീയോടെന്ന പോലെ പുരുഷൻ ശയിക്കരുത്, അത് മ്ലേച്ഛത എന്ന് പറയുന്നത് പോലെ തന്നെ സ്ത്രീയോടെന്ന പോലെ പുരുഷനോടെന്ന പോലെ സ്ത്രീ ശയിക്കരുത് എന്ന് പറയുന്നതും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയൻ സെക്ഷുവാലിറ്റി, ഇതെല്ലാം ലെവിറ്റിക്കസ് 18:22. സ്ത്രീയോടെന്ന പോലെ പുരുഷനോട് കൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോടുകൂടെ ശയിച്ചാൽ 20 മ്ലേച്ഛത ചെയ്തു. അവർ മരണശിക്ഷ അനുഭവിക്കണം, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും. ലെവിറ്റിക്കസ് 20-ാമത്തെ അധ്യായം, ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. സ്ത്രീയോടുകൂടെ ശയിക്കുന്നത് പോലെ ഒരുത്തൻ പുരുഷനോട് ശയിച്ചാൽ 20 മ്ലേച്ഛത ചെയ്തു.
ഇല്ലേ? അപ്പം വേദപുസ്തകം ഉടനീളം, വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും ഇത് എതിർക്കുന്ന, അല്ലെങ്കിൽ തീർത്തും അത് മ്ലേച്ഛതയാണെന്ന് പറയുന്ന ഒരു പാപമാണ് സ്വവർഗരതി. അതിനെ ഒരു കാലത്തും ഇന്നത്തെ കാലത്തിന്റെ ഇന്ന് നമ്മൾ കൂടുതൽ ഫോർവേഡായി, നമ്മൾ കൂടുതൽ സിവിലൈസ്ഡ് ആണ്, നമ്മൾ കൂടുതൽ സെക്യുലർ ആണ്. അതുകൊണ്ട് ഇതൊന്നും ഇന്ന് പുതിയ സംഭവമല്ല. ഇത് പണ്ട് മുതലേ വേദപുസ്തകത്തിലുള്ള ഒരു പാപമാണ്. ഒരു 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 ജില്ല അല്ലെങ്കിൽ ഒരു നാട് തന്നെ ദൈവം തുടച്ചു നീക്കി ഈ ഒരു പ്രശ്നം കാരണം, ഇല്ലേ? ഇതൊരു പഴയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ സ്വർഗരാജ്യത്തിന് അവകാശമാകത്തില്ല. അവർക്കൊരിക്കലും അവർക്കത് അവകാശമാക്കുവാൻ സാധിക്കത്തില്ല. ഓക്കെ. എന്നാൽ നമുക്കറിയാവുന്നത് പോലെ ഉറപ്പായും പാപികളോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിയും. ഏതൊരു പാപി, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്വവർഗ രതിക്കാരെ നമ്മുടെ ഉടനെ അവൻ അല്ലെങ്കിൽ അവൾ ഹോംസെക്ഷുവൽ, അതായത് ഇവർ ഏറ്റവും മ്ലേച്ഛമായവരാണ്, അങ്ങനെ ഒരു ധാരണയിലേക്ക് നമ്മൾ വരരുത്. പാപികൾ എന്ന് പറയുമ്പോൾ അവരോടൊപ്പം തന്നെ ബാക്കി അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, പാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ, ഇവരെല്ലാവരും അതിന്റെ ഭാഗം തന്നെയാണ്. അവരെല്ലാവരും പാപികളാണ്. എല്ലാവരുടെ മേലും ഈ വ്യഭിചാരികൾ, ഇല്ലേ, ഇവരുടെ എല്ലാ മുകളിൽ ദൈവത്തിന്റെ കോപമുണ്ട്. അപ്പൊ നമ്മൾ അവരെ കല്ലെറിയണം എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അവരെ നമ്മൾ സ്വീകരിക്കരുത്, അവരെ നമ്മൾ വീട്ടിൽ കയറ്റരുത്, അല്ലെങ്കിൽ അവരെ സഭയിൽ കയറ്റരുത് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണ്? ദൈവം അവരോടും ക്ഷമിക്കും, ദൈവം എല്ലാവരോടും ക്ഷമിക്കും, ഇല്ലേ? പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരുപോലെ ക്ഷമയുണ്ട്. എല്ലാവരോടും ദൈവം ക്ഷമിക്കും, ഇല്ലേ? സ്വവർഗ അനുരാഗികളെ പോലും മാറ്റുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം, അല്ലേ? അതുകൊണ്ട് നമ്മുടെ അപ്രോച്ച്, നമ്മൾ എല്ലാ പാപികളെയും കാണുന്നത് പോലെ വേണം അവരെയും കാണുവാൻ. അല്ലാതെ അവരെ ഏറ്റവും ഫഗറ്റ്, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. We should be willing to help them also, ഇല്ലേ? അപ്പൊ ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എങ്കിലും ഈ സ്വവർഗ അനുരാഗം എന്ന് പറയുന്നത്, സ്വവർഗ അനുരാഗം അല്ലെങ്കിൽ സ്വവർഗരതി എന്ന് പറയുന്നത് ദൈവ കോപം വീഴുന്ന മനുഷ്യന്റെ ഒരു എക്സ്പ്രഷനാണ്, അതിന്റെ ഒരു തീവ്രമായ ഒരു എക്സ്പ്രഷനാണ്. ദൈവം അതിന് അനുവദിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു പാപമാണ് എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിനെ ചെറുതായി ദൈവം ഒരിക്കലും കാണുന്നില്ല. നമുക്കിവിടെ ഒന്ന് ശ്രദ്ധിക്കാം, എന്താണ് വൈ ഡസ് ഗോഡ് ഹേറ്റ്? എന്തുകൊണ്ടാണ് ദൈവത്തിന് സ്വവർഗരതിയെ ദൈവം ഇത്രയേറെ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്? ഒന്ന്, സ്ത്രീകൾ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് വിട്ട് അവര് അൺനാച്ചുറൽ ആയിട്ടുള്ളതിന് പിന്നാലെ പോയി, പുരുഷനും അതുപോലെ സ്ത്രീയെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരുടെ പിന്നാലെ പോയി. എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം? 26, 27 വാക്യങ്ങളിൽ രണ്ട് കൂട്ടരെ കുറിച്ചിട്ടാണ് അപ്പോസ്തലനിലൂടെ പറയുന്നത്. രണ്ട് കൂട്ടരെ കുറിച്ച്. ഒന്ന് സ്ത്രീകളെ കുറിച്ച്, ഇല്ലേ? സ്ത്രീകളെ കുറിച്ച് എന്തുവാണ് സ്ത്രീകൾ ചെയ്തത്? സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. രണ്ടാമത്തെ കൂട്ടർ എന്താ ചെയ്തത്? പുരുഷന്മാർ. അവരെന്താ ചെയ്തത്? സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ചു, ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അപ്പൊ ഈ രണ്ട് ഭോഗങ്ങൾ, അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, 5 മിനിറ്റ് 10 മിനിറ്റ് ഇതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മിസ്സാണ്. ഈ രണ്ട് ലൈനിലും പറയുന്ന ഒരു കാര്യം, ഒരു പ്രത്യേക കാര്യം, നമ്മൾ രണ്ട് സാഹചര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഈ രണ്ട് വേഴ്സിലും, ഈ 26-ലും 27-ലും സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പൗലോസ് പറയുന്നത്. ശ്രദ്ധിച്ചോ? സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അതൊന്ന്, അത് സ്ത്രീ ചെയ്തതാണ്. സ്ത്രീയുടെ സ്വാഭാവികതയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ വേഴ്സിൽ പറയുന്നത് സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം. അപ്പൊ അവിടെയും സ്ത്രീയുടെ സ്വാഭാവികതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുരുഷന്മാർ
സ്വാഭാവിക സ്ത്രീഭോഗം വിട്ടു. സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്? സ്വാഭാവിക ഭോഗം വിട്ടു. അപ്പൊ ഇത് രണ്ടും സ്ത്രീകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ രണ്ടും സ്ത്രീകളുടെ സ്വാഭാവിക പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. സ്വാഭാവികമായ ഒരു സ്ത്രീ എന്താണോ അതിനെ കുറിച്ചിട്ടാണ് ഈ രണ്ട് വാക്യങ്ങളും ആദ്യം പരാമർശിക്കുന്നത്, ഈ ആദ്യം പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സ്വാഭാവിക ഒരു മിനിറ്റ് സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു. സ്വാഭാവിക വിരുദ്ധമാക്കി കളഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അവർക്ക് സ്വാഭാവികമായതിനെ അവർ അസ്വാഭാവികവുമായി കൈമാറി. ഓക്കെ, ഇംഗ്ലീഷ് ബൈബിളോട് ചേർത്ത് വായിക്കണേ. മലയാളത്തിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആണ്. സ്വാഭാവികമായതിനെ അവർ അസ്വാഭാവികവുമായി കൈമാറി. എന്താണ് സ്ത്രീകൾ ചെയ്തത്? അപ്പൊ ദൈവത്തിന്റെ കോപം, ഉഗ്രകോപം ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവം അതിൽ എന്തുകൊണ്ടാണ് പതിക്കുന്നത്? മനുഷ്യൻ അവനിലുള്ള തെളിവുകൾ, അല്ലെ, പ്രകൃതിയിലൂടെയും മനസാക്ഷിയിലൂടെയും ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം എന്ന സത്യം മനുഷ്യന് ബോധ്യമായിട്ടും മനുഷ്യൻ ആ സത്യത്തെ മാനിക്കാതെ നടക്കുന്നത് കണ്ട് ദൈവം അവനെ അവന്റെ വഴിക്ക് പോകുവാൻ അനുവദിച്ചു. അങ്ങനെ മനുഷ്യൻ അവന്റെ വഴിക്ക് പോകുന്നതിന്റെ ഫലമായി അവൻ ആ കൊടിയ വിഗ്രഹാരാധന ചെയ്യുന്നവനായി മാറി. ഒന്ന്. രണ്ട്, അവർ സ്ത്രീകളുടെ സ്വാഭാവികതയെ അസ്വാഭാവികതയുമായി മാറ്റിക്കളഞ്ഞു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സ്വാഭാവിക സ്ത്രീഭോഗം അവര് വിട്ടു. ഇതെല്ലാം ഈ വിഗ്രഹാരാധന, സ്ത്രീകളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ സ്റ്റേറ്റിനെ അൺനാച്ചുറലുമായി എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ സ്ത്രീകളെ ഉപേക്ഷിച്ചിട്ടുള്ള പുരുഷൻ, ഇതെല്ലാം ഇത് മൂന്ന് കാര്യങ്ങളല്ല. ഇതാണ് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള മൂന്ന് ഇലുസ്ട്രേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്ന് ചിത്രീകരണം, മൂന്ന് എക്സാമ്പിൾസ് ആണ് ഇവിടെ ദൈവം കൊടുത്തിരിക്കുന്നത്. ഇത് മൂന്നും ഏറ്റവും പിനാക്കിൾ, ദൈവത്തോടുള്ള ശത്രുത, ദൈവത്തെ നിരസിച്ചു നടക്കുന്ന മനുഷ്യരിൽ നിന്ന് വരുന്ന ഏറ്റവും ഗ്രാഫിക് ആയിട്ടുള്ള, ഏറ്റവും ഗ്രോസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. ഐഡോലട്രി, then homosexuality, and then how women exchange natural for unnatural. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, ഈ രണ്ട് സാഹചര്യങ്ങളിലും സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ കുറിച്ചിട്ടാണ് അപ്പോസ്തലൻ. അപ്പൊ ഇവിടുത്തെ ഈ പ്രശ്നം എന്താണെന്ന് വ്യക്തമാക്കണമെങ്കിൽ ആദ്യം സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം എന്താണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം ആദ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാര്യം നമുക്ക് നേരെ ചൊവ്വേ നമുക്ക് തെളിഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു 2-3 months ബാക്ക്, 2 months എങ്ങാണ്ടാണ് ബാക്ക്, നമ്മുടെ യങ് വിമൻസ് ബൈബിൾ സ്റ്റഡിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുത്തിരുന്നു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഒരു യങ് വുമൺ എന്ന നിലയിൽ എന്താണ് അവരുടെ ഡ്യൂട്ടി, എന്താണ് ഒരു ലേഡി എന്ന നിലയിൽ എന്താണ് അവരുടെ ഡ്യൂട്ടി, ഇല്ലേ? അവിടെ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെന്റ് ടെസ്സി സിസ്റ്റർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൻ ആൻഡ് വുമൻ ആർ നോട്ട് ഫ്രണ്ട്സ്. അവർ സുഹൃത്തുക്കളായിരിക്കുവാനായിട്ടല്ല ദൈവം അവരെ വിളിച്ചിരിക്കുന്നത്. അവരെ സുഹൃത്തുക്കളായിരിക്കുവാനായിട്ടല്ല ദൈവം അവരെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകിച്ച് ലേഡീസിന് ഒരു പ്രത്യേക റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി പാലിക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ ചെയ്യേണ്ടത്. നോട്ട് ടു ബി എ ബെസ്റ്റ് ഫ്രണ്ട്, ഇറ്റ്സ് ഗുഡ് ടു ബി എ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദി ഹസ്ബൻഡ്. പക്ഷെ അത് മാത്രമല്ല, അതിനപ്പുറമായിട്ട് ചില ഉത്തരവാദിത്വങ്ങൾ സ്ത്രീകൾക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഐ എൻകറേജ് ഓൾ ദി യങ് വിമൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി അതർ ബൈബിൾ സ്റ്റഡീസ്, especially those Bible study on Thursday evening. അപ്പൊ അതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്. അപ്പൊ if you have attended that, you will understand this better. ഓക്കെ, ഇവിടെ സ്ത്രീകളുടെ സ്വാഭാവികതയെ, സ്ത്രീകളുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ അവർ അസ്വാഭാവികമാക്കി. അപ്പൊ എന്താണ് സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം?
സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനം ഇത് നോക്കൂ, ഞാൻ ഡിഫൈൻ ചെയ്യുന്നതല്ല, നമ്മുടെ സഭ ഡിഫൈൻ ചെയ്യുന്നതല്ല. സ്ത്രീയുടെ വാട്ട് ഈസ് എ ലേഡി, ഒരു സ്ത്രീ എന്ന നിലയിൽ, വുമൻ എന്ന നിലയിൽ അവളുടെ സ്വാഭാവിക നാച്ചുറൽ ആയിട്ടുള്ള അവളുടെ പ്രവർത്തനം എന്താണ്, ഫങ്ഷൻ എന്താണ് എന്നുള്ളത് വേദപുസ്തകം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി റോൾ ഓഫ് എ വുമൻ ഇൻ ദ ഫാമിലി? ഉൽപ്പത്തി 2-ാമത്തെ അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 2, 18 മുതൽ 25. ഈ വിഷയവുമായി ഇത് വളരെ ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഞാൻ അതിന്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യത്തില്ല. വി വിൽ ടച്ച് ദ പെരിഫറൽസ്. ഓക്കെ, ജെനസിസ് ചാപ്റ്റർ 2, 18 to 25. അപ്പൊ ഉൽപ്പത്തി 2, 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഓക്കെ, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുൻപിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവർക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യൻ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയുള്ളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇല്ലേ? അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനെയും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും. ഇല്ലേ? അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോൾ മനുഷ്യന് ഒരു കൂട്ടാവശ്യമാണ്. മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതല്ല എന്ന് വ്യക്തമാണ്. ഇല്ലേ? മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നല്ലതല്ല, പുരുഷൻ തനിച്ചായിരിക്കുന്നത് നല്ലതല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ മാൻ ടു ബി അലോൺ. യു നോ, that is a very, very, very important teaching in the Bible. Every wife and husband ought to be together. എപ്പോഴും ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കണം. ഓക്കെ, ഭാര്യ ഒരിടത്ത് ഭർത്താവ് ഒരിടത്ത്, ഇറ്റ്സ് നോട്ട് ഗുഡ്. എനിക്ക് ഓർമ്മയുണ്ട്, വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, അവരെല്ലാം പ്രൊഫഷണൽസ് ആണ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് തമ്മിൽ കണ്ടു. അവരെല്ലാ കാര്യവും പറഞ്ഞു തീരുമാനിച്ചു. അവർക്ക് ദൈവഹിതമാണ് അതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവരൊരു പ്രൈമറി ആയിട്ട് എടുത്ത്, രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്. രണ്ടുപേർക്കും അവരുടെ ജോലി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടുപേർക്കും അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവർ രണ്ടുപേരും ആദ്യം എടുത്ത തീരുമാനം ഇതാണ്: ഞാൻ എവിടെ അവിടെ നീയും. ആദ്യം ഞാൻ എവിടെ അവിടെ നീയും, നീ എവിടെ അവിടെ ഞാൻ. അപ്പൊ നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്ത് പോകുന്നു. എവിടെയാണെന്ന് വെച്ചാൽ, എനിക്കാണ് ദൈവം അത് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യും, നിന്നെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നീ ചെയ്യും. നീ ആയിരിക്കുന്നിടത്ത് ഞാനായിരിക്കും, ഞാനായിരിക്കുന്നിടത്ത് നീയും ആയിരിക്കും. പിന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുമോ നീ അവിടെ ജോലി ചെയ്യുമോ, നമുക്ക് രണ്ടുപേർക്കും അവിടെ ജോലി കിട്ടുമോ ഇല്ലയോ, സമ്പാദിക്കുവാൻ പറ്റുമോ, ജീവിക്കാൻ മുന്നോട്ട് എങ്ങനെ, അതൊക്കെ പിന്നെ അവിടുന്ന് നമ്മൾ ചിന്തിക്കും. പ്രൈമറി ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെവർ ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ. ഇറ്റ് ഈസ് നെവർ ഗുഡ് ഫോർ ദ മാൻ ടു ബി അലോൺ. അത് എത്ര പരിശുദ്ധനാണെന്ന് നമ്മൾ അവകാശപ്പെട്ടാലും ശരി, ഇറ്റ് ഈസ് നെവർ ഗുഡ് ഫോർ മാൻ ടു ബി അലോൺ. That is God's commandment. That's God's understanding. It is not good for man to be alone. It is not good means not good. It is always good that you accompany your husband and your wife. It is always good that you walk around together. Right? Of course, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ, കുട്ടികൾ വലുതാകുമ്പോൾ, അതിനിടയ്ക്ക് പല പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അന്യോന്യം ഒക്കെ ചെറിയ എസ്ട്രേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായെന്ന് വരുമെങ്കിൽ പോലും, as much as possible, it is always necessary that the husband and wife be together. So ആദ്യം ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദ്യം മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ഇതാണ്: അവൻ ഒറ്റയ്ക്കായിരിക്കുന്നത് വെറുതെ പറയൂ ദൈവം. It is not good for man to be alone. You see? അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു?
നമ്മൾ ചിന്തിക്കുന്നത് സ്ത്രീയുടെ സ്വാഭാവിക ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. വാട്ട് ഇസ് ദ ബേസിക് നാച്ചുറൽ ഫംഗ്ഷൻ ഓഫ് വുമൻ, അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ദൈവം ആദ്യം എന്ത് ചെയ്തു? ഈ മനുഷ്യന്റെ മുന്നിലേക്ക് എല്ലാ മൃഗങ്ങളെയും കൊണ്ടുവന്നു, ഇല്ലേ? പക്ഷേ എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ അതിൽ നിന്നും കണ്ടു കിട്ടിയിട്ടില്ല. എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു 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 റോട്ട്വീലർ പട്ടി 2-3 ദിവസം മുമ്പ് ചത്തുപോയി. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഹാർട്ട് ബ്രേക്കിംഗ് ഇൻസിഡന്റ് ഫോർ us. ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ടായി. ഞങ്ങൾ കൊച്ചിലെ തൊട്ട് വളർത്തി വന്ന ഒരു പപ്പിയാണ്. ബട്ട് എനിവേ, ഡോഗ് ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ അത് യാഥാർത്ഥ്യമല്ല. ഓക്കെ, ഡോഗ് ഇസ് നോട്ട് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്, വുമൻ ഇസ് മാൻസ് ബെസ്റ്റ് ഫ്രണ്ട്, നോട്ട് ഡോഗ്. ഈ ലോകത്തിലുള്ള പട്ടികളെ എല്ലാം ദൈവം കൊണ്ടുവന്നു, ഇല്ലേ? ആനയും ആട്ടിൻകുട്ടിയെയും ദൈവം കൊണ്ടുവന്നു, എല്ലാ മൃഗങ്ങളെയും ഫ്രണ്ടിൽ കൂടെ നടത്തി. പക്ഷേ he didn't choose any of them. അതിലൊന്നിലും അവൻ തൃപ്തിപ്പെട്ടില്ല. എന്തു പറ്റി? മനുഷ്യൻ തക്കതായ ഒരു തുണയെ കണ്ടു കിട്ടിയില്ല. അങ്ങനെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു, ഇല്ലേ? ആദത്തിനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു, ഹൗവയെ ആദത്തിന് വേണ്ടി സൃഷ്ടിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അങ്ങനെ ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. അങ്ങനെ ഈ എന്തിനു വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്? പുരുഷനെ, മനുഷ്യനെ, അല്ലെ, തന്റെ ഹസ്ബൻഡിനെ ബലപ്പെടുത്തുവാനായി, സഹായിക്കുവാനായി. മലയാളത്തിൽ എനിക്കൊരു വാക്ക് കിട്ടുന്നില്ല. കോംപ്ലിമെന്റ്, ടു കോംപ്ലിമെന്റ് ദി ഹസ്ബൻഡ്, ടു കോംപ്ലിമെന്റ് ദി മാൻ. അവളെ സൃഷ്ടിച്ചു. അതാണ് അതിന്റെ ഗോൾ, അതാണ് അതിന്റെ പേർപ്പസ്. പുരുഷന് വേണ്ടിയിട്ടാണ് അവളെ സൃഷ്ടിച്ചത്. അവളെ പുരുഷനൊരു കോംപ്ലിമെന്റ് ആയിട്ടാണ് അവളെ സൃഷ്ടിച്ചത്. ദാറ്റ് മീൻസ് തിരിച്ചും പുരുഷനും അവൾക്കൊരു കോംപ്ലിമെന്റ് ആയിരിക്കണം, ഇല്ലേ? ഒരു ഹെൽപ്പ് മേറ്റ് ആയിട്ടാണ് അവളെ സൃഷ്ടിച്ചത്. അവളെ ഒരു എപ്പോഴും അവന്റെ കൂടെ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് അവളെ സൃഷ്ടിച്ചത്. അവന്റെ ജീവിതം പൂർത്തീകരിക്കുവാനായിട്ടാണ് ദൈവം അവളെ സൃഷ്ടിച്ചത്. വൈകാരിക പൂർത്തീകരണത്തിന് അവിടെ സ്ഥാനമുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബാലൻസിന് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സ്ത്രീക്കും പുരുഷനും അന്യോന്യമുണ്ട്. തീർച്ചയായും അത് രണ്ടുമുണ്ട്. അപ്പം ഇവിടെ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പർപ്പസ്, അതാണ് അവളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ. എന്നാൽ അതല്ല പ്രൈമറി, ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ അതല്ല. പിന്നെന്താണ്? ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. ആരെന്തെല്ലാം പറഞ്ഞാലും ശരി, ആരെന്തെല്ലാം ചെയ്താലും ശരി, സ്ത്രീയും പുരുഷനും ഒരുപോലെ അല്ല. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരായിട്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. They were created for a different purpose. വ്യത്യസ്ത ഉദ്ദേശങ്ങളോട് കൂടിയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും തുല്യരാണോ എന്ന് ചോദിച്ചാൽ അതെ, they are both important, they are both equally important in the eyes of the Lord. എന്നാൽ അവർ ഒന്നല്ല, they are not the same. അവരിൽ വലിയ മാറ്റമുണ്ട്. അവരെ നോക്കൂ, ഇവിടെ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന പുരുഷന് വേണ്ടിയിട്ടാണ്. പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യുവാനായി സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ബി യു സബ്മിസീവ് ടു വൺ അനദർ. നിങ്ങൾ രണ്ടുപേരും അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ, ഇല്ലേ? അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പ്രാഥമികമായും സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യുവാനായിട്ടാണ്. അവനെ കോംപ്ലിമെന്റ് ചെയ്യുവാനായിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവനുമായി മത്സരിക്കാനല്ല. പുരുഷനുമായി മത്സരിക്കുവാനായിട്ടല്ല സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യുവാനായിട്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ദൈവത്തിന്റെ രൂപകൽപ്പന. രണ്ടുപേരെയും വ്യത്യസ്തരാക്കി, വ്യത്യസ്ത വേഷങ്ങൾ, വ്യത്യസ്ത പ്രവർത്തനങ്ങൾ അവർക്ക് നൽകി, വ്യത്യസ്ത റോളുകൾ ഈ ലോകത്ത് ചെയ്യേണ്ടതായിട്ട് അവരെ ഏൽപ്പിച്ചാണ് ദൈവം ഇങ്ങോട്ട് വിട്ടി. അത് ദൈവത്തിന്റെ രൂപകൽപ്പനയാണ്. അങ്ങനെയാണ് ദൈവം നമ്മളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും അവരുടെ ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും അവർ ഒത്തിരി സോ ഡിഫറെന്റ്. തീത്തോസിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, തീത്തോസിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസ് 2:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
തീത്തോസ് 2:1-8 വരെയുള്ള വാക്യങ്ങൾ. നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. എന്താണ് പഥ്യോപദേശം? വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൻ, ഇല്ലേ, പവിത്രയോഗ്യമായും ഏഷ്യൻ പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. ഇല്ലേ, ആവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. നോക്ക്, ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ സ്ത്രീകളുടെ ആ റോളിനെ കുറിച്ചിട്ട്, പ്രായമുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ പക്വതയുള്ള സ്ത്രീകളുടെ റോളിനെ കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിനകത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു മേക്കപ്പാണ് പുരുഷന്മാർക്ക് ലഭിച്ചിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു റോളാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ തന്നെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇല്ലേ? അപ്പം സ്ത്രീ ഈ ലോകത്ത് ആകിയിരിക്കുന്നത് പുരുഷനെ ഒരു കോംപ്ലിമെന്റ് ചെയ്യുവാനായി, അവന്റെ ജീവിതം പൂർത്തീകരിക്കുവാനായി, അവനെ ബലപ്പെടുത്തുവാനായിട്ടൊക്കെയാണ് ഇവിടെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്, ഇല്ലേ? അപ്പോ അവന്റെ ജീവിതത്തിൽ ഒരു വൈകാരിക പൂർത്തീകരണം അവൾ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇവിടുത്തെ ഊന്നൽ അതല്ല. ഇവിടുത്തെ ഊന്നൽ എന്താണ്? ഇവിടെ നമ്മൾ വായിച്ച വാക്യങ്ങളിൽ സ്ത്രീ പുരുഷന്റെ ശാരീരിക പങ്കാളിയാകുവാൻ സൃഷ്ടിക്കപ്പെട്ടു. പ്രാഥമികമായും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സ്ത്രീ പുരുഷന്റെ ശാരീരിക പങ്കാളിയാകുവാൻ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. പുരുഷനേക്കാളും വ്യത്യസ്തമായ ശരീരത്തോടെയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവൾ ശാരീരികമായും മറ്റെല്ലാ തരത്തിലും പുരുഷനുമായി വ്യത്യാസമുണ്ടെങ്കിലും ഇവളില്ലാതെ പുരുഷൻ ഒരിക്കലും സംതൃപ്തനാകുവാൻ സാധിക്കില്ല. അപ്പോ പിന്നെ എക്സെപ്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം, അതിലൊക്കെ വരാം, വെയിറ്റ്. ഓക്കെ, അപ്പൊ പ്രാഥമികമായും സ്ത്രീയെ ലൈംഗിക പൂർത്തീകരണത്തിനെ വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദാറ്റ് ഡസന്റ് മീൻ ഷീ ഈസ് എ സ്ലേവ്. അതല്ല അതിന്റെ അർത്ഥം. അന്യോന്യം പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും കോംപ്ലിമെന്റ് ചെയ്യണം. പക്ഷെ അതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സെക്സ് ആണെന്നുള്ളതിന്റെ യാതൊരു സംശയവും നമുക്ക് ആർക്കും തന്നെ വേണ്ട. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സെക്ഷുവൽ റിലേഷൻഷിപ്പ്. നോക്കൂ, ദൈവം ആദാമിനോട് പറഞ്ഞത് ശ്രദ്ധിക്കും. ജെനസിസ് ചാപ്റ്റർ 2, ഉൽപ്പത്തി 2, 24, 25 വാക്യങ്ങൾ. ഉൽപ്പത്തി 2, 24. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും രണ്ടരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും, ഇല്ലേ? ഇവിടുത്തെ ശാരീരിക ബന്ധം അത് തുടക്കത്തിലെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധം തുടക്കത്തിൽ നിന്നുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ആദ്യം മുതലേ ദൈവം പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അതിന്റെ കാരണവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണത്? സന്തതി ഉൽപാദനം. തീർച്ചയായും ഇല്ല, ഈ ലോകത്ത് നിങ്ങൾ പെറ്റുപെരുകണം എന്ന് പറഞ്ഞു. സന്തതി ഉൽപാദനം എന്നുള്ളത് ശരിയാണ്. എന്നാൽ മറ്റൊരു കാരണവുമുണ്ട്. സന്തതി ഉൽപാദനം മാത്രമല്ല, പിന്നെന്താണ്? ഉൽപ്പത്തി 26-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അനേകം ഇലുസ്ട്രേഷൻസ് ബൈബിളിലുണ്ട്. ഞാൻ അതിലൊരു ഇലുസ്ട്രേഷൻ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി 26:8. ഇവിടെ ഇസഹാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇസഹാക്കിനെ കുറിച്ച് നോക്കിക്കോ. അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫെലിസ്ത്യരുടെ രാജാവായ അബിമേലെക്ക് കിളിവാതിൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയോട് വിനോദിക്കുന്നത് കണ്ടു. ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയോട് വിനോദിക്കുന്നത് കണ്ടു. ചില ഇംഗ്ലീഷ് ബൈബിളില് ഐസക് വാസ് സ്പോർട്ടിംഗ് വിത്ത് റെബേക്ക എന്നാണ്. ഐസക് വാസ് സ്പോർട്ടിംഗ്, അതായത് രണ്ടുപേരും തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ,
ഐസക് വാസ് സ്പോർട്ടിംഗ് വിത്ത് റെബിക്ക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദേ വർ പ്ലേയിങ് ഫുട്ബോൾ. പിന്നെന്താണ്? They were having very intimate relationship. They were enjoying sex. അപ്പൊ ഇത് പഴയ നിയമത്തിലെ ഉള്ള ഒരു ടീച്ചിങ് ആണ്, ട്രൂത്ത് ആണ്. വുമൻ ആൻഡ് മാൻ, husband and wife, they are both called to complement each other, and primarily that starts from physical relationship. ശാരീരിക ബന്ധത്തിലൂടെയാണ് അത് പ്രാഥമികമായും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ചിന്ത പുതിയ നിയമത്തിലേക്ക് വേദപുസ്തകം കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിൽ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 7 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. അതായത് ഇഫ് there is a person who does not born for this, ഒരു വ്യക്തിക്ക് അത് ഇതിനെക്കുറിച്ച് വ്യക്തമായി വേദപുസ്തകം മറ്റ് പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ചിലർക്ക് അതിനുള്ള കൃപ ദൈവം നൽകിയിട്ടുണ്ട്. Some people are blessed with that special blessing to be single. അപ്പോ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്. ആ സമയം കൂടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും തന്നെ അവൻ ഇല്ല എങ്കിൽ ആ സമയം കൂടെ അവന് ദൈവത്തെ സേവിക്കാമല്ലോ, അല്ലേ? അത് പൗലോസ് പിന്നെയും മറ്റു ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ, ഇല്ലേ? ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു കാമാഗ്നിക്ക് വേറെ അത് ആളിപ്പടർന്ന് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകാതിരിക്കുവാൻ, ദൈവരാജ്യത്തിന് നിന്ദയുണ്ടാവാതിരിക്കുവാൻ ഓരോരുത്തർക്കും സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം, ഇല്ലേ? പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജീന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. ഇതുകൊണ്ടാണ് വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കർത്താവിനെ സേവിക്കുകയും സഭയ്ക്കുള്ളിൽ ഉത്തരവാദിത്വപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഒരിക്കലും അതിൽ ഒറ്റയ്ക്ക് ഏർപ്പെടരുത് എന്ന് വേദപുസ്തകം പറയും. Let them be the husband of one wife. Let them be the husband of one wife. Because അജേന്ദ്രിയത്വം എപ്പോ വേണം ഒരു പുരുഷൻ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിമിത്തം ദൈവരാജ്യത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കുവാൻ, ദൈവത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കുവാൻ, സുവിശേഷം മോശപ്പെടാതിരിക്കുവാനായി എപ്പോഴും അവൻ ഒറ്റയ്ക്ക് ആയിരിക്കരുത്. എപ്പോഴും അവന്റെ ഭാര്യയുടെ കൂടെ ആകും പോലും എല്ലാം ഒരുമിച്ചായിരിക്കണം എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അജേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷ വീണ്ടും ചേർന്നിരിപ്പിൻ. കണ്ടോ? അപ്പൊ ഇവിടെ ആദ്യം തൊട്ട് പറയും, നോക്കൂ, ആദ്യം നിങ്ങൾ എഴുതി അയച്ച അങ്ങനെ സ്ത്രീയെ തുടരാൻ മനുഷ്യന്, എങ്കിലും ദുർനടപ്പ് ഓരോരുത്തരും സ്വന്തം ഭാര്യയുടെ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിൽ അവൾക്കല്ല ഭർത്താവിനത്ര അധികാരമുള്ളത്. ഇൻസൈഡ് ദി ഹോളി മാട്രിമോണി, വിശുദ്ധമായ വിവാഹ ശുശ്രൂഷ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനുള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും ബന്ധം ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ഈ 1 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ ടോപ്പിക് സെക്സ്, ലൈംഗികതയെ കുറിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഭർത്താവിന് ശാരീരിക പൂർത്തീകരണമായി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. തിരിച്ചും പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ അത് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത, അതായത് അത് സ്ത്രീയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അവളുടെ ഫംഗ്ഷൻ ആണത്. ദാറ്റ് ഈസ് ഹർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ദാറ്റ് ഈസ് ഹർ പ്രിവിലേജ്. അവൾക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്തുവാണ് നമ്മൾ പിന്നെയും അജേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതെ. അതിനർത്ഥം ഒരു ഭാര്യ പലപ്പോഴും ഭർത്താവിന് ഒരു സുരക്ഷാ വലയമായി തീരും. നിങ്ങളത് മനസ്സിലാക്കണം. ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഒരു സുരക്ഷാ വലയമായി തീരും. സുരക്ഷാ വലയമായിരിക്കണം. അവൾക്ക് മാത്രമേ അവനെ സംരക്ഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. ലൈംഗിക പ്രലോഭനങ്ങളുടെ ഈ ലോകത്ത് ഭർത്താവിനെ സഹായിക്കുവാൻ ദൈവം ഭാര്യയെ
ഏൽപ്പിച്ചു. ഇത് സ്ത്രീയുടെ സ്വാഭാവിക പ്രവർത്തനമാണ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ആദ്യമേ, ഇത് വെരി ഡീപ് സബ്ജക്ട്. ഇതിന്റെ പ്രാഥമിക, ഐ എം ജസ്റ്റ് ടച്ചിങ് ദ പെരിഫറൽസ്. ഇതിനെ വളരെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാം, മനസ്സിലാക്കണം. എല്ലാ പെൺകുട്ടികളും പ്ലീസ് കൈൻഡ്ലി you attend the Thursday evening Bible study. You will learn more about this. അപ്പൊ ഈ സ്വാഭാവികത എന്ന് ഇവിടെ നോക്കണേ, ഇവിടെ സ്വാഭാവികത എന്ന് തർജിമ ചെയ്തിരിക്കുന്നത് 26-ാമത്തെ വാക്യത്തില്. അതുകൊണ്ട് ദൈവം അവരെ സ്ത്രീ അവിടെ സ്വാഭാവിക ഭോഗം അല്ലെങ്കിൽ സ്വാഭാവികത എന്നിവിടെ തർജിമ ചെയ്തേക്കുന്നത് ക്രേസിസ് എന്നൊരു ഗ്രീക്ക് പദമാണ്. അതായത് ലൈംഗിക ബന്ധം ശരീരത്തിന്റെ ഒരു പ്രവൃത്തി എന്നാണ് അതിന്റെ അർത്ഥം. ലൈംഗിക ബന്ധം ശരീരത്തിന്റെ ഒരു പ്രവൃത്തി. അവരുടെ ബോഡി ഈസ് ക്രിയേറ്റഡ് വിത്ത് ഓൾ ദി എബിലിറ്റീസ് ഫോർ ദിസ്. അപ്പം ദൈവം മനുഷ്യനെ കൊണ്ടുപോയി മൃഗങ്ങളുടെയൊക്കെ മുന്നിൽ നിർത്തി. ഈ മൃഗങ്ങളൊന്നും അവന് പറ്റത്തില്ല, അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ സ്ത്രീകൾക്ക് എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ കോപം വീണുകൊണ്ടിരിക്കുന്നതിന്റെ എവിഡൻസ് ആണ് നമ്മൾ കാണുന്നത്. എന്താണത്? സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിദത്തമായ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഫങ്ഷൻ പ്രകൃതി വിരുദ്ധമാക്കി കൈമാറി. നാച്ചുറൽ ആയിട്ടുള്ളത് അവർ അൺനാച്ചുറലുമായിട്ടുള്ളതിനെ അവർ കൈമാറി. They purposely exchanged it. Women in the name of liberation and feminism. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്ന ഫെമിനിസം ഒന്നും അല്ല. ഫെമിനിസത്തിന്റെ എക്സ്ട്രീമിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രീമിറ്റീസ് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഈ ലോകം മൊത്തം we should see what feminism is, what their claims are. അവർ അവകാശപ്പെടുന്നത് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അനേകം കൊട്ടേഷൻസ് ഉണ്ട്, അതുമെല്ലാം ഞാൻ വായിക്കുന്നില്ല, ഒന്നുപോലും ഞാൻ വായിക്കുന്നില്ല. പക്ഷേ if you want I can send it to you. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്നത് ഇന്ന് ഈ ലോകത്ത് ഫെമിനിസമാണ്. വിശ്വാസം, ഭക്തി, ഇതിനെല്ലാം തന്നെ ബിക്കോസ് it is advocating the natural function of the woman. ഫെമിനിസം ചലഞ്ച് ചെയ്യുന്നത്, they challenge it. അപ്പൊ ഇവിടെ പറയുന്നത് സ്ത്രീകൾ സ്വാഭാവികമായി അവരുടെ അവർക്ക് ദൈവം നൽകിയിട്ടുള്ള പ്രവർത്തനത്തെ അസ്വാഭാവികമായത് ചെയ്യുവാനായി അവർ അവഗണിച്ചു. സ്വാഭാവികമായും അവരെന്താണോ അതിനെ അവർ അവഗണിച്ചു. അതായത് വിപരീത പ്രവൃത്തി, അവരുടെ റോളുകളെ അവര് റിവേഴ്സ്ഡ് ഇറ്റ്, അല്ലെങ്കിൽ they exchanged their role with men. They want, അവര് പുരുഷന്റെ റോൾ അവരെടുക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ദൈവകോപം, ഉഗ്രകോപം ലോകത്തിൽ വീഴുന്നതിന്റെ ഒരു എവിഡൻസ് ആണ്. പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ ട്രക്ക് ഓടിക്കുന്നത് കൊണ്ടോ തെങ്ങിൽ കയറുന്നത് കൊണ്ടോ സ്ത്രീകൾ പുരുഷന്മാരാകില്ല. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്താലും, ഇനി എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും സ്ത്രീ പുരുഷനാകില്ല. അതുപോലെ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ സ്ത്രീകളെ പോലെ നടക്കുന്നത് കൊണ്ടോ മീശയെടുത്ത് ആകെ കൂടെ ഒരു സ്ത്രൈണ ഭാവത്തിൽ നടക്കുന്നത് കൊണ്ട് ഒരിക്കലും പുരുഷൻ സ്ത്രീയുമാകില്ല. ദേ ആർ ക്രിയേറ്റഡ് ഡിഫറെന്റ്ലി. അവരെ രണ്ടായിട്ടാണ്. അപ്പൊ ഒരിക്കലും അതിന് പരിശ്രമിക്കരുത്. സ്ത്രീകൾക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ദൈവം നൽകിയ സ്ഥാനമാണ്. അത് ഏറ്റവും മൂല്യമുള്ള സ്ഥാനമാണ്, ഏറ്റവും ബഹുമാനമുള്ള സ്ഥാനമാണ്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥാനമാണ്. ആ സ്ഥാനം എടുക്കുവാൻ മറ്റൊന്നിനും ഈ ലോകത്ത് സാധിക്കത്തില്ല. മറ്റാർക്കും സ്ത്രീകളിൽ നിന്നും ഒരു കുടുംബത്തിന് ലഭിക്കേണ്ടത്, മനുഷ്യന് ലഭിക്കേണ്ടത് മറ്റൊരിടത്തു നിന്നും ലഭിക്കത്തില്ല. മറ്റാർക്കും അത് നൽകുവാൻ സാധിക്കത്തില്ല. സോ വുമൻ മസ്റ്റ് നെവർ ട്രൈ ടു ബിക്കം മാൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതാ ഇല്ലേ? എന്നെ ഒരു ഷോവിനിസ്റ്റ് എന്ന് വിളിക്കണം. ഐ എം നോട്ട് എ ഷോവിനിസ്റ്റ്. ഞാനൊരു ഷോവിനിസ്റ്റ് അല്ല. ഓക്കെ, ഐ എം മെയർലി പ്രസന്റിംഗ് ടു യു വാട്ട് ദ ബൈബിൾ സേസ്. ഞാൻ നിങ്ങളുടെ മുൻപിൽ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് പറയും. അപ്പൊ ഇവിടെ പുരുഷനെ കുടുംബത്തിന്റെ തലയായി അല്ലെങ്കിൽ സ്ത്രീയുടെ തലയായി വെച്ചിരിക്കുന്നത് സ്ത്രീയെക്കാളും പുരുഷൻ മിടുക്കനായത് കൊണ്ടല്ല.
നിങ്ങൾ എന്റെ കുടുംബത്തിൽ വന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം എന്റെ ഭാര്യ എന്നെക്കാളും എത്രമാത്രം മിടുക്കിയാണെന്ന്. അപ്പൊ ഇത് 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 മിടുക്കിയായതുകൊണ്ടോ മിടുക്കനായതുകൊണ്ടോ അല്ല. നിങ്ങൾ 5 മിനിറ്റ് എന്റെ വീട്ടിൽ വന്നിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആരാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, but still yet God has placed me as the head of this family for a purpose. ദൈവം നമ്മളെ എന്നാൽ പോലും സ്ത്രീയുടെ തലയിൽ വെച്ചിരിക്കുക, സ്ത്രീയുടെ ഭാര്യയുടെ തലയിൽ പുരുഷനെ വെച്ചിരിക്കുക, തലയായി പുരുഷനെ വെച്ചിരിക്കുന്നതിന് ദൈവത്തിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിപ്പിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യയും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിപ്പൻ. ഇല്ലേ? അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്കു തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നോക്കൂ, ഏത് തരത്തിലുള്ളൊരു സ്നേഹമാണ് ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ടതായി വേദപുസ്തകം. താൻ എങ്ങനെ സഭയെ സ്നേഹിച്ചു, അതൊരു ചെറിയ സ്നേഹമാണോ പ്രിയ സുഹൃത്തുക്കളെ? അത്ര അമൂല്യമാണ് ഒരു 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 ആസ് എ വൈഫ് ദ വുമൻ ഈസ് സോ പ്രഷ്യസ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ ഉഗ്രകോപം വീഴുന്നതിന്റെ എഫക്റ്റ് ആണ് വിമൻ എക്സ്ചേഞ്ച് ദി നാച്ചുറൽ ഫങ്ഷൻ ഫോർ ദാറ്റ് വിച്ച് ഇസ് അൺനാച്ചുറൽ. സ്ത്രീകൾ അവർക്ക് സ്വാഭാവികമായി അവർക്ക് ദൈവം നൽകിയ ആ പ്രവർത്തനങ്ങളെ, ആ ഒരു സ്ഥാനത്തെ, ആ ഒരു കൃപകളെ, ആ ഒരു കഴിവിനെ എല്ലാം അവർ തുച്ഛീകരിച്ചുകൊണ്ട് അവർ അസ്വാഭാവികമായത് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു. നോക്കൂ, ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്, എനിക്ക് പണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. See, men are like the pressure cooker. പുരുഷന്മാർ പ്രഷർ കുക്കർ പോലെയാണ്. പുരുഷന്മാർ പ്രഷർ കുക്കർ പോലെയാണ്. സ്ത്രീകൾ പ്രോസലീൻ പാത്രം പോലെയാണ്. പുരുഷന്മാർ പ്രഷർ കുക്കർ പോലെ അവരെ തീയുടെ മുകളിൽ എടുത്തു വെക്കുന്നു, അവര് വിസിലടിച്ച് പുകയും. പക്ഷേ സ്ത്രീകൾ they are fragile, പക്ഷെ അവര് പ്രഷ്യസ് ആണ്. പ്രോസലീൻ പാത്രം പോലെയാണ്. ഈ പ്രോസലീൻ പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോകും. അടുപ്പത്തിരിക്കുന്ന പ്രഷർ കുക്കർ എടുത്ത് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ മേശപ്പുറത്തെടുത്ത് വയ്ക്കുവോ? അതിൽ നിന്ന് കോരി തിന്നാൻ? ഇല്ല. അപ്പൊ പ്രഷർ കുക്കറാണോ പ്രോസലീൻ പാത്രമാണോ പ്രധാനം? ഏതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമുണ്ടോ? ഇല്ല. പ്രഷർ കുക്കറിൻ്റെതായിട്ടുള്ള റോളുണ്ട്, പ്രോസലീൻ പാത്രത്തിന് പ്രോസലീൻ പാത്രത്തിൻ്റെതായ റോളുണ്ട്. ഇത് രണ്ടും അതത് സ്ഥലങ്ങളിൽ വെക്കണം. അതത് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രമേ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നവന്റെ ഉദ്ദേശം പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് പുരുഷനെ സ്ത്രീയുടെ തലയാക്കി വെച്ചിരിക്കുന്നത്? കാരണം സമ്മർദ്ദം താങ്ങുവാൻ പുരുഷനാണ് സാധിക്കത്തുള്ളൂ. സമ്മർദ്ദം താങ്ങേണ്ടത് പുരുഷന് സാധിക്കത്തുള്ളൂ എന്നല്ല, അത് പുരുഷന്റെ ഉത്തരവാദിത്വം മാത്രമാണ്. സമ്മർദ്ദം, ജീവിതത്തിന്റെ സമ്മർദ്ദം, കുടുംബത്തിന്റെ സമ്മർദ്ദം, മറ്റ് പ്രതിസന്ധികളും പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കേണ്ടത്, കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്, കുടുംബത്തെ പോറ്റേണ്ടത്, കുടുംബത്തെ മറ്റ് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആകുമ്പോൾ അതിന്റെ എല്ലാം സമ്മർദ്ദം വഹിക്കേണ്ടത് പുരുഷനാണ്. ആ സമ്മർദ്ദം വഹിക്കേണ്ടത് പുരുഷനായതുകൊണ്ടാണ് അവനെ തലയാക്കി വെച്ചിരിക്കുന്നത്. ഒരു സ്ത്രീയെ അത്രയും സമ്മർദ്ദം ഒരു സ്ത്രീയുടെ മുകളിൽ ആക്കി വെക്കുന്ന പുരുഷനായിരിക്കുവാൻ യോഗ്യനല്ല. അവൻ ദൈവം നൽകിയിരിക്കുന്ന കൃപകളെ, ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തത്തെ കളങ്കപ്പെടുത്തിയവനാണ്. ഒരു സ്ത്രീ പുരുഷന്റെ ജോലികൾ ചെയ്യുകയും പുരുഷന്റെ ഉത്തരവാദിത്തങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവളുടെ തലയുടെ മുകളിൽ ഈ സമ്മർദ്ദം, ജീവിതത്തിന്റെ സമ്മർദ്ദം അവളുടെ മുകളിൽ ആക്കിക്കൊടുത്താൽ, ഒരു പുരുഷനായിട്ട് അത് ചെയ്താൽ അവനെ ദൈവം തീർച്ചയായും അതിന് ശിക്ഷ വിധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാര്യം സമ്മർദ്ദം എടുക്കേണ്ടത് പുരുഷനാണ്. പുരുഷനാണ് സാത്താനെ അഭിമുഖീകരിക്കേണ്ടത്. പുരുഷനാണ് സാത്താനോട് സംസാരിക്കേണ്ടത്. പുരുഷനാണ് സാത്താനെ, സ്ത്രീയെയാണ് സാത്താൻ വഞ്ചിച്ചത്.
പുരുഷൻ വേണം സാത്താനെ നേരിടാൻ, പുരുഷൻ വേണം പ്രതിസന്ധികളെ നേരിടാൻ. അതുകൊണ്ടാണ് അവനെ ഭാര്യയുടെ ഉത്തരവാദിത്വം അവന്റെ മുകളിൽ, കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം അവന്റെ മുകളിൽ, അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം, സകല സമ്മർദ്ദവും അവന്റെ മുകളിലായിരിക്കണം വീഴുന്നത്, അവനായിരിക്കണം അത് താങ്ങേണ്ടത്. അതുകൊണ്ടാണ്. അപ്പൊ ഒരിക്കലും സ്ത്രീയെ പുരുഷനേക്കാളും താഴ്ത്തി കാണിക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീ പുരുഷന് അതല്ല ഇവിടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. രണ്ടുപേരും പ്രധാനമാണ്, രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളാണ് ദൈവം ഈ ലോകത്ത് നൽകിയിരിക്കുന്നത്. പുരുഷനാണ് പ്രഷർ കുക്കർ, അത് താങ്ങേണ്ടത് അവനാണ്. മറിച്ച് ഈ ഒരു സ്വാഭാവികമായിട്ട് ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ ഒരു റോള് അതിനെ അവഗണിക്കുന്നത് ദൈവത്തോടുള്ള പുച്ഛമാണ് വെളിപ്പെടുത്തുന്നത്, ദൈവം നൽകിയിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ, ഞാൻ പുരുഷനെ പോലായിരിക്കണം, ഞാൻ തെങ്ങിക്കേറും, ഞാൻ ഓട്ടോ ഓടിച്ചോ, തെങ്ങിക്കേറിക്കോ, എന്ത് വേണോ ചെയ്തോ. പക്ഷെ അതൊന്നും എന്തും ചെയ്യാം, നിങ്ങൾക്ക് ആർക്കും എന്തും ചെയ്യാം. പക്ഷെ അതെല്ലാം ചെയ്യുന്നതിന്റെ അർത്ഥം പുരുഷനെ തോൽപ്പിക്കാനായി ആകരുത്, പുരുഷനെ തോൽപ്പിക്കുവാനായി ആകരുത്. മറിച്ച് പുരുഷനെ കോംപ്ലിമെന്റ് ചെയ്യുവാനായി, പുരുഷനെ ബലപ്പെടുത്തുവാനായി, പുരുഷനെ സപ്പോർട്ട് ചെയ്യുവാനായി ആയിരിക്കണം. ഒരിക്കലും ഒരു മത്സരത്തിനായിരിക്കരുത്. അങ്ങനെ മത്സര ബുദ്ധിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് സമൂഹത്തിൽ. ഈ മത്സര ബുദ്ധി ഒരിക്കലും, അതുകൊണ്ടാണ് ദൈവം ഇതിനെ നോക്കണേ, വിഗ്രഹ ആരാധനയോടും സ്വവർഗരതിയോടും ചേർത്ത് വായിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ആദ്യം പറയുന്നത് വിഗ്രഹാരാധന, രണ്ടാമത് പറയുന്നത് സ്ത്രീ നാച്ചുറൽ ആയിട്ടുള്ളതിനെ അൺനാച്ചുറലുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത കാര്യം, മൂന്നാമത് പറയുന്നത് പുരുഷന്മാരുടെ സ്വവർഗ അനുരാഗം. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ, അപ്പൊ ഇതും അതുപോലെ മ്ലേച്ഛമാണെന്ന് കണ്ടോണം. ഒരിക്കലും ഒരു പുരുഷൻ സ്ത്രീയാകുവാൻ ശ്രമിക്കരുത്, ഒരു സ്ത്രീ പുരുഷനാകുവാൻ ശ്രമിക്കരുത്. ഒരു പുരുഷനെയും ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കാൻ അത് എന്ത് സാഹചര്യവുമാകട്ടെ. ചിലർ എന്നോട് പറയും, ഞാനാണ് അധ്വാനിക്കുന്നത്, ഞാനാണ് കഷ്ടപ്പെടുന്നത്, പുള്ളി അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അതൊന്നും പ്രിയ സുഹൃത്തുക്കളെ ഈ പുരുഷനെ ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരമല്ല. അതൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല. ഒരു ഭാര്യയെ സംരക്ഷിക്കാതിരിക്കുവാൻ ഒരു പുരുഷന് ഒരു എക്സ്ക്യൂസും ഇല്ല. എന്ത് കുന്തമായിക്കോട്ടെ, അവള് അഹങ്കാരിയാണ് ആയിക്കോട്ടെ, എങ്കിലും അവൾ നിന്റെ ഭാര്യയാണെങ്കിൽ അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അപ്പൊ എപ്പോഴും ഭർത്താവിന്റെ മുകളിൽ അധികാരം കാണിക്കും. എനിക്ക് അറിയാം, പലരും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ ഈ ഒരു റോള് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭക്തി, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ കാണാതെ പഠിപ്പും, നമ്മുടെ ക്വയറ്റ് ടൈം ഒക്കെ ഇരിക്കട്ടെ. ബട്ട് ഹൗ ഡു യു ട്രീറ്റ് യുവർ ഹസ്ബൻഡ് ആൻഡ് ഹൗ ഡസ് യുവർ ഹസ്ബൻഡ് ട്രീറ്റ് യു ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നമ്മൾ റോളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണെങ്കിൽ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഭർത്താവിന്റെ ഡ്യൂട്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ പോലെ സമ്മർദ്ദം, ജീവിതത്തിന്റെ സമ്മർദ്ദം താങ്ങേണ്ടി വരുന്ന സ്ത്രീകൾ, മിക്കപ്പോഴും ഭർത്താവിന്റെ ജീവിതത്തിൽ ദൈവം പലപ്പോഴും പലർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ചിലപ്പോൾ അനുവദിക്കും. അതല്ലാതെ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട്, ഭാര്യയോടുള്ള സ്നേഹക്കുറവ് കൊണ്ട് ഭാര്യ ഭർത്താവ് എടുക്കേണ്ട സമ്മർദ്ദം അവളുടെ മേലെ വഹിക്കുമ്പോൾ, what do you see? Is equal to a very angry and a very unsatisfied and a disturbed woman. That is what you will see. വളരെയധികം മനപ്രയാസപ്പെട്ട, വളരെയധികം ദുഃഖിതയായ, വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ ആയിരിക്കും അതിന്റെ പരിണിത ഫലം. അപ്പൊ ഇതൊക്കെ ദൈവം ജഡ്ജ് ചെയ്യും, ഇതൊക്കെ ദൈവം ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഫങ്ഷൻ നോക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് അസ്വാഭാവികതയുള്ളതുമായി മാറ്റം ചെയ്തു. ഇത് എല്ലാ ഏരിയയിലും ഇത് ഈ ഒരു പ്രിൻസിപ്പൽ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഓൺലി അമംഗ് ദ വുമൻ ബട്ട് ഓൾസോ നമുക്ക് നൽകിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആസ് എ ഫാദർ, ആസ് എ മദർ, ആസ് എ ബ്രദർ, ആസ് എ ഡോട്ടർ, ആസ് എ സൺ, ഒരു സിറ്റിസൺ എന്ന നിലയിൽ,
സഭയിൽ വരുന്ന ഒരു സഭാ മെമ്പർ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ, ഒരു എൽഡർ എന്ന നിലയിൽ, ഈ എല്ലാ ദൈവം നമ്മൾ കേൾപ്പിച്ചിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഫങ്ഷനാലിറ്റിയെ നമ്മൾ അസ്വാഭാവികമായി നമ്മൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്താൽ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളതാണ് സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് സ്വവർഗ അനുരാഗവുമായി തുല്യമായ ഒരു പ്രവൃത്തിയാണ്. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന റോളുകൾ അവൻ ഭംഗിയായി ചെയ്തില്ലെങ്കിൽ സ്വവർഗ അനുരാഗികൾ അതേ അവസ്ഥയിലാണ് നമ്മൾ എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ റോൾ എക്സ്ചേഞ്ച്, ആ ഉത്തരവാദിത്വപ്പെട്ട റോളുകളെ എക്സ്ചേഞ്ച് ചെയ്ത് കളയുന്നത്, അത് മാറ്റിക്കളയുന്നത്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാതിരിക്കുന്നത് is as good as homosexuality. അപ്പൊ ഇവിടെ എന്താണ് ഇവർ ചെയ്തത്? ഈ റോമർ 1-ാമത്തെ ലേഖനത്തിൽ സ്ത്രീകൾ എന്താണ് ചെയ്തത്? സ്വാഭാവികമായത് അവർ അസ്വാഭാവികതയുമായി എക്സ്ചേഞ്ച് ചെയ്തു. സ്ത്രീക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അവൾ അസ്വാഭാവികമായത് മതി, അല്ലെ, അവൾക്ക് ആ പുരുഷനെ പോലെ ആധിപത്യം വഹിക്കണം, അവൾ പുരുഷനായും പുരുഷൻ സ്ത്രീയായും ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അവൾ കയറി വന്നു. അത് രണ്ടാമത്തെ. ആദ്യത്തത് ഐഡോളട്രി, ആദ്യത്തത് വിഗ്രഹാരാധന. രണ്ടാമത് ദൈവത്തിന്റെ ഉഗ്രകോപം വീഴുന്നതിന്റെ രണ്ടാമത്തെ എവിഡൻസ് ആണ് ലേഡി എക്സ്ചേഞ്ചിങ് വാട്ട് ഈസ് നാച്ചുറൽ ഫോർ അൺനാച്ചുറൽ. അപ്പോൾ പുരുഷന്മാരെന്താണ് ചെയ്തത്? പുരുഷന്മാരെ നോക്കൂ. സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ചു, ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. സ്ത്രീകൾ നാച്ചുറൽ ആയത് റിജക്റ്റ് ചെയ്തപ്പോൾ പുരുഷന്മാരെന്താണ് ചെയ്തത്? സ്ത്രീയെ തന്നെ റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇതും അതിന്റെ എഫക്റ്റ് ആണ്. ദൈവത്തിന്റെ കോപം ഈ ലോകത്ത് വീഴുന്ന മനുഷ്യനെ അവന്റെ വഴിക്ക് വിട്ടേക്കോ. ഈ കാണിക്കുന്നതിന്റെ എല്ലാം ഫലം മനുഷ്യൻ അനുഭവിക്കും. അപ്പൊ എന്താണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വേദപുസ്തകം വളരെ വളരെ ഡീപ്പായിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, വളരെ ഡീപ്പായിട്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. യൂദ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കൂ. യൂദ 7-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം 7-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം 7-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതുപോലെ സോദോമും ഗൊമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ചു, അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു, എക്സാമ്പിളായി കിടക്കുക. അവരെന്താ ചെയ്തത്? അന്യജഡം എന്നാ പറയുന്നത്. പുരുഷന് പറഞ്ഞിട്ടുള്ള, പുരുഷൻ ആഗ്രഹിക്കേണ്ട ജഡം സ്ത്രീയുടെ ജഡമാണ്, സ്ത്രീയുടെ ശരീരമാണ്. പക്ഷേ അവൻ മറ്റൊരു പുരുഷനെ ആഗ്രഹിക്കുമ്പോൾ അത് അന്യജഡം. അന്യജഡം എന്തുകൊണ്ടാണ് അത് അന്യജഡം എന്ന് പറയുന്നത്? പ്രകൃതി വിരുദ്ധമാണ്, നാച്ചുറൽ അല്ല ഇത്, അൺനാച്ചുറൽ ആണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയിട്ടല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടി അല്ലാത്തത് കൊണ്ട് ഇത് അൺനാച്ചുറൽ ആണ്, സ്വാഭാവികമല്ല, അസ്വാഭാവികമാണ്, പ്രകൃതി വിരുദ്ധമാണ്. നോക്കൂ, നമ്മള് കാട്ടിൽ കിടക്കുന്ന വൈൽഡ് ആനിമൽസിനെ എടുത്തു നോക്കാം. കാട്ടിലെ വൈൽഡ് ആനിമൽസിനെ എടുത്തു നോക്കിയാൽ പോലും അവരിൽ ഉള്ള ചില ഇൻസ്റ്റിങ്ക്റ്റുകളാണ്. ഒന്ന്, ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ പിന്നാലെ പോകും. എല്ലാ പെണ്ണുങ്ങളും അവരുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും നമുക്ക് ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ആനിമൽസിൽ കാണാവുന്ന കാര്യങ്ങളാണ്, അല്ലെ? ഏറ്റവും വൈൽഡ് ആയിട്ടുള്ള ആനിമൽസിൽ നമുക്കത് കാണാം. എല്ലാ നരികളും പുലിയും കടുവയും സിംഹവും അവരുടെ ഗേൾസിന്റെ പിന്നാലെ പോകും. അവരൊരിക്കലും ആണുങ്ങളുടെ പിന്നാലെ പോകും നമ്മൾ കാണുന്നില്ല. എല്ലാ സിംഹവും കടുവയും പുലിയും നരിയും അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനായി നിൽക്കുക. അതുകൊണ്ടാണ് അബോർഷനും തെറ്റെന്ന് പറയുന്നത്. അബോർഷനും അൺനാച്ചുറൽ ആണ്, until unless it is for medical reasons. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട്സ് അതിനെ അൺനാച്ചുറലുമായി എക്സ്ചേഞ്ച് ചെയ്യുവാൻ പുരുഷന്മാരും സ്ത്രീകളെ നിരസിച്ചു. സ്ത്രീകളുടെ സ്വാഭാവിക പ്രവർത്തനം അവർ ഉപേക്ഷിച്ചു, അവർക്കത് വേണ്ട. നോക്കൂ, ഇവിടെ നമ്മൾ ചിന്തിക്കണം, ആദത്തിന് മുന്നിൽ ഹവ്വയെ ദൈവം നിർത്തിയപ്പോൾ
ആദം പറയുകയാണ്, എനിക്ക് ഇവിടെ വേണ്ട, എനിക്ക് മറ്റൊരു ആദത്തിനെ തരൂ, എനിക്ക് മറ്റൊരു ആദത്തിനെ തരൂ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ദൈവത്തിന്റെ തികഞ്ഞ ദാനത്തെ നിരാകരിക്കുക മാത്രമല്ല, അന്യോന്യം അവർ കൊതിച്ചു എന്നാ പറയുന്നത്. ആ ഒരു തീവ്രത ഉണ്ടല്ലോ അവരുടെ ഉള്ളിലുള്ള, അതിനു വേണ്ടിയിട്ടുള്ള തീവ്രത ഭീകരമാണ്. അത് നമ്മൾ വായിച്ചാലും നമുക്കത് തൃപ്തി വരില്ല. അതായത് അത് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഉൽപ്പത്തി, ഞാൻ അതിന്റെ ആ ഒരു ജസ്റ്റ് ടു ഷോ യു ദാറ്റ് അതിന്റെ ആ ഈ ഹോമോസെക്ഷുവൽ ആയിട്ടുള്ള ആളുകള്, അവരിലുള്ള ഈ അവർക്കുള്ള ഈ അവരുടെ ലൈംഗിക അതിനോടുള്ള ഒരു ആസക്തി, അത് സാധാരണ മനുഷ്യർക്കുള്ളതുപോലല്ല. അത് വളരെ പൈശാചികമാണ്. വളരെ പൈശാചികം എന്ന് പറഞ്ഞാല് അത് നമുക്ക് ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള തീവ്രം ആണ് അതിനുള്ള ആസക്തി. ഞാനത് ഐ വിൽ ഷോ യു. ഉൽപ്പത്തി 19 നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. ഉൽപ്പത്തി 19 സോദോം ആൻഡ് ഗൊമോറയുടെ കഥയാണ്. ഉൽപ്പത്തി 19. നമുക്ക് ഉൽപ്പത്തി 19-ാമത്തെ അധ്യായത്തില് തുടക്കത്തിൽ നമുക്കറിയാം 2 മാലാഖമാർ അവിടെ വരുന്നു, അല്ലെ? 2 മാലാഖമാർ വരുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞു നമസ്കരിച്ചു. യജമാനന്മാരെ അടിയന്റെ വീട്ടിൽ വന്ന് കാലുകളെ കഴുകി രാവാർപ്പിൻ, കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ വിളിച്ചോണ്ട് പോയി. വീട്ടിൽ ചെന്ന് അവർ വിരുന്നൊഴുത്തി, പുളിപ്പില്ലാത്ത അപ്പമൊക്കെ കൊടുത്തു, എല്ലാം കഴിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ പറ്റി? ഉറങ്ങുവാൻ പോകും മുമ്പേ സോദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും അപാലവൃത്തം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ഇവരെല്ലാം കൂടെ വന്ന് വീടങ്ങ് വളഞ്ഞു, അല്ലെ? അവർ ലോത്തിനെ വിളിച്ചു, നീ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? അവർ കൂടെ ഇറക്കിവിടാം. ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു. ലോത്ത് വാതിൽക്കൽ അവരുടെ അടുക്കൽ ചെന്ന് പുറത്തു. ശ്രദ്ധിച്ചോണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോത്ത് എവിടെ നിന്നു? വാതിൽക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു. ഇവന്മാര് ഡോറിൽ നിൽക്കുക, വാതിൽക്കൽ നിൽക്കുക. അപ്പൊ ലോത്ത് വെളിയിൽ ഇറങ്ങിച്ചെന്നു. ഇവരങ്ങ് പടിയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണെ. കഥ കടച്ചു വെച്ചു. വെളി ഇറങ്ങിയിട്ട് കഥ കടച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു. നല്ല അച്ഛൻ, ഇല്ലേ? ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്. അത് പറഞ്ഞു, അതൊക്കെ പറഞ്ഞു. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്. ഇതിനായിട്ടല്ലോ അവർ എന്റെ വീടിന്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. മാറി നിൽക്ക എന്നവർ പറഞ്ഞു. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്ന് പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യും. നീ മാറി നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ അവരെക്കാളും നിന്നെ മോശമായിട്ട് നിന്നെ ഞാൻ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഇവന്മാരുടെ ഉള്ളിലുള്ള ആ ഒരു ആസക്തിയാണ് ഞാൻ കാണിച്ചു തരുന്നത്, കേട്ടോ, നോക്കിക്കോണം. അപ്പൊ ദോഷം ചെയ്യും. അവർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അപ്പൊ വാതിലോട്ട് കയറാൻ വേണ്ടി വരിക. അപ്പോൾ ആ പുരുഷന്മാർ, ഏത് പുരുഷന്മാർ? മാലഖമാർ. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. അകത്തുനിന്ന് പെട്ടെന്ന് ലോത്തിനെ കിഡ്നാപ്പ് ചെയ്ത് അകത്ത് കയറ്റി വാതിലടച്ചു. വാതിൽക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. ഇപ്പൊ ഈ വാതിൽക്കൽ നിൽക്കുകയാണ് ഇവന്മാര്, കേട്ടോ. ലോത്തിനെ എടുത്ത് അകത്ത് വെച്ച ശേഷം ഇവന്മാർക്ക് അന്ധത പിടിപ്പിച്ചു. അടുത്ത ശ്രദ്ധിച്ചോളെ, അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. അതൊരു വളരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളാണ് ആ പുരുഷൻ എന്ന് വെച്ചോ. നിങ്ങളല്ല, നിങ്ങളാരും അങ്ങനെ ചെയ്യില്ല, ഞാൻ പറയാണ്.
നിങ്ങളാണ് ആ പുരുഷന്മാരെന്ന് വെച്ചോ, ലോത്തിന്റെ വീട്ടിൽ കയറി ചെന്ന പുരുഷന്മാരെന്ന് വെച്ചോ. മാലാഖമാർ അവരുടെ കണ്ണ് കുരുടാക്കി, കാഴ്ച പോയി. കാഴ്ച പോകുമ്പോൾ നിങ്ങളാണ്, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് കുരുട്ടാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? പെട്ടെന്ന് സമയമില്ല. എന്ത് ചെയ്യും? പേടിച്ച് വീട്ടിലോട്ട് പോകാൻ നോക്കും, ഇല്ലേ? നമ്മൾ പേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കും. പക്ഷെ ഇവരെന്തോ ചെയ്തെന്ന് കണ്ടോ? കണ്ണ് കുരുടായിട്ട് പിന്നെയും വാതിൽ തപ്പുക അകത്ത് കയറാൻ. നോക്കിക്കേ ഒന്നുകൂടെ ആ വാക്യത്തിൽ. കണ്ണ് കുരുടായിട്ട് അവർ പോകുന്നില്ല, അവർ പിന്നെയും ഈ വാതിൽ തപ്പുവാണ് ഇതിനകത്ത് പിന്നെ എങ്ങനെയും കയറി പറ്റാനായിട്ട്. അപ്പൊ അന്ധമാരായി, എങ്കിലും അവരുടെ ഉള്ളിലുള്ള കാമവെറി അടങ്ങിയിട്ടില്ല. അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് എങ്ങനെങ്കിലും ഇപ്പൊ ഈ വാതിൽ തപ്പിപ്പിടിച്ച് അതിനകത്ത് പൊളിച്ച് കയറണം. കാഴ്ച പോയാലും അവന്റെ ഉദ്ദേശം എന്തുവാണ്? വാതിൽക്കൽ ഉണ്ടായിരുന്ന ആപാലവട്ടം വന്നതോടെ അതുകൊണ്ട് അവർ വാതിൽ അവർ തപ്പി നടക്കുകയാണ് വാതിൽ. പിന്നെയും ഈ കാഴ്ചയില്ലാത്തവന്മാർ. അപ്പൊ അവന്മാരുടെ ഉള്ളിലുള്ള ഈ ആസക്തി എന്താണെന്ന് മനസ്സിലാക്കണം, ഇല്ലേ? അവരുടെ ആ ലസ്റ്റ്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു കാമവെറി എന്താണെന്നുള്ളത് അത് പൈശാചികമാണ് സുഹൃത്തുക്കളെ. മാനുഷികമായിട്ടുള്ളതൊന്നല്ല, പൈശാചികമാണ്. മനസ്സിലായില്ലേ? അത് വളരെ പൈശാചികമായിട്ടുള്ളതാണ്. അവന്റെ ഉള്ളിൽ അടങ്ങാത്ത അവന്റെ കാഴ്ച പോയി അവന്. പക്ഷേ അവന്മാർക്ക് എങ്ങനെങ്കിലും വീണ്ടും അവരെ തേടി പിടിക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പവർ. മനസ്സിലായില്ലേ? ഈ മനഃപൂർവമായിട്ട് ദൈവം നൽകിയിട്ടുള്ള ആ ഒരു എബിലിറ്റീസ് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് മനഃപൂർവമായി അത് നിരസിച്ച് അവരുടെ മോഹങ്ങൾക്ക് വേണ്ടി തങ്ങളുടേതായ രീതിയിൽ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഈ സ്വവർഗരതിയുടെ പിന്നാലെ പോകുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു തീ എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ മനുഷ്യർക്കുള്ളതല്ല. അപ്പൊ നമ്മൾ എന്നിട്ട് ദൈവം ഈ സോദോം മുഴുവൻ അഗ്നി കൊണ്ട് ചാമ്പലാക്കി. അതോടെ ഈ പ്രശ്നം തീരുമെന്ന് നമ്മൾ വിചാരിച്ചു. വീണ്ടും വേദപുസ്തകത്തിൽ പല സ്ഥലത്തും നമുക്ക് വായിക്കാം, ഇല്ലേ? ഈ സോദോമിന്റെ കാര്യം ഇസ്രായേലിൽ എത്ര വട്ടം പറഞ്ഞു കാണും? എത്ര വട്ടം എന്നും പറയുമായിരിക്കും. സ്വർഗത്തുനിന്ന് തീ വന്ന് ഒരു സ്ഥലം ഫുൾ കത്തിപ്പോയ കാര്യം അവർ എന്നും പറയും, ഇല്ലേ? ദൈവം നടത്തി. എന്നിട്ടും അതുകൊണ്ട് അവസാനിച്ചോ? ജഡ്ജസിന്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ ഇതുപോലുള്ളവന്മാരെ കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിനകത്തു ആ ചെയ്തവന്മാർക്കെല്ലാം ഈ സോദോമിന്റെയും ഗൊമോറയുടെയും കാര്യം അറിയാവുന്നവരാണ്. അവർക്കത് നന്നായി അറിയാമായിരുന്നു. എന്നിട്ട് പോലും അവർ വീണ്ടും അത് തന്നെ ചെയ്യുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. അതാണ് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞ, ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തീവ്രമാണത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ദൈവം അവനെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പോക്ക് മനുഷ്യൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തിന്റെ സത്യത്തെ, ഇല്ലേ, സത്യം അറിഞ്ഞിട്ടും, ഇല്ലേ, അങ്ങനല്ലേ 20-ാമത്തെ വാക്യം വായിക്കുന്നത്, ഇല്ലേ? 18-ാമത്തെ അത്യന്തം അലയുകൊണ്ട് പറ്റുന്നവർ, സോറി, റോമർക്കെഴുതിയ 1-ാമത്തെ അധ്യായം നോക്കൂ, 20-ാമത്തെ വാക്യം. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടിയിൽ അവന്റെ പ്രവൃത്തികൾ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വൃദ്ധരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിന്റെ കോപം വീണോണ്ടിരിക്കുക. 18 തൊട്ട് വായിക്കണം. അപ്പൊ അതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഏത് വിഗ്രഹാരാധന, അതുപോലെ തന്നെ സ്ത്രീകൾ നാച്ചുറൽ ആയിട്ടുള്ളത് വിട്ട് അൺനാച്ചുറലിലേക്ക് പോകുന്നു. പുരുഷന്മാർ സ്വവർഗ അനുരാഗികളായി തീരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊന്നും കാണുമ്പോൾ അയ്യോ ദൈവം ഇല്ലാതെ പോയി, ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ദൈവത്തിന്റെ കോപം വീഴുന്നതിന്റെ ഇഫക്റ്റുകളാണ്. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ടോ?
നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള റോളുകൾ എന്താണോ ആ റോളുകൾ, പിതാവ്, സഹോദരൻ, ഭർത്താവ്, മകൻ, മകൾ, ഭാര്യ, അല്ലെ, ആ റോളുകളൊക്കെ നമ്മൾ ഭംഗിയായി നിറവേറുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആ ഒരു റോള് നമ്മൾ നാച്ചുറൽ ആയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റോളുകളെ അൺനാച്ചുറൽ ആയിട്ടുള്ളതുമായി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ഈ സ്വവർഗ അനുരാഗികളുമായി ഒരു വ്യത്യാസവും ഇല്ലാത്തവരാണ്. അപ്പൊ പരിശോധിക്കാം, നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. നിങ്ങൾ കേട്ട വചനം പൂർണ്ണതയിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആ റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം മുതൽ ആദ്യം മുതലേ നിങ്ങൾ വായിക്കണം. നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കണം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഞാൻ പറഞ്ഞതുമായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, വാട്സപ്പ് ചെയ്യാം. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ദിവസത്തിനായി ദൈവത്തിനോട് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. അങ്ങയുടെ വചനം പരിശോധിക്കുവാൻ ഞങ്ങൾക്ക് തന്നിരുന്ന അവസരത്തിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ കേട്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഫങ്ഷൻസ്, ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, കർത്താവ് അത് എത്രമാത്രം അത് നിറവേറുവാൻ, ആ ഒരു സ്ഥാനത്ത്, ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് അതെല്ലാം ഭംഗിയായി ചെയ്യുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുവാനുണ്ടോ? മാസ്റ്റർ, സാബുചാനില്ല. ബാബു അങ്കിൾ ബെനഡിഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിച്ച് ബെനഡിഷൻ പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്തില്ല അങ്ങളെ. Father God, by the grace of Father God, by the grace of God and by Jesus Christ and by the love of God, Father God, and the fellowship of Holy Spirit, Father God, we thank you, Father God, for this speech, Father God, that Romans we are learning, Father God. Thank you, Father God, for the grace and showers of blessing. Bless all of us who listen to this, Father God. Amen. Thank you, Jesus. Amen. Thank you. Thank you. Thank you.